അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് നല്ലതുപോലെ കേട്ടോ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തോ പാപമാണ് ചെയ്തത്? ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനതാ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഒരുപാട് കൊല്ലം കഴിഞ്ഞാണ് വന്നത്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് എന്റെ ഭർത്താവ് വന്നത്. എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഒരു മനുഷ്യനുമായി ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ പെണ്ണ് പറയുകയാണ്, അങ്ങനെ ഞാൻ ഗർഭിണിയായി, വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഗർഭിണിയായി, ആരും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുകയാണ്. ഗർഭിണിയായത് ആരോടും പറഞ്ഞില്ല. ആ പെണ്ണ് ആരെയും അറിയിക്കാതെ അവിടുന്ന് അതാ 9.5 മാസം കഴിഞ്ഞ് അവിടുന്ന് പ്രസവിക്കുകയാ. അതാ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അല്ലാഹുവേ, ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ തന്റെ കുഞ്ഞുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച തന്റെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണു കൊന്നുകളയുകയാണ്. അതാ പ്രസവിച്ച ഉടനെ ആരും അറിയാതെ കുഞ്ഞിനെ കൊന്നു. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ? ആ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? പടച്ചവനെ, സുറുക്ക കച്ചവടം നടത്തുന്നവളാ. അതാ വീഞ്ഞുപോലെ പടച്ചവനെ, അതാ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ സുറക്കകത്തേക്ക് ആ ചോര കുഞ്ഞിനെ ഇടുകയാണ്. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിനെ അതാ സുറുക്കയിടകത്തേക്ക് ഇട്ടിട്ട് കുടിച്ചിടുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞുണ്ടല്ലോ, അതിനകത്ത് കിടന്നിട്ട് ആ കുഞ്ഞിന്റെ ഇറച്ചിയുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ മാംസമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, ആ സുറുക്കകത്തിങ്ങനെ അലിഞ്ഞു ചേരുകയാ. അല്ലാഹുവേ, മാസങ്ങളോളം ഇങ്ങനെ അതിനകത്തിട്ടു. ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും അതിലേക്ക് അലിഞ്ഞു ചേർന്നു. അതിലേക്ക് ആ മാംസവും എല്ലുമല്ല ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ആ പെണ്ണ് പറയുന്നു, നബിയേ, ഫജിഅ്തുഹാ, എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും സുറുക്കകത്ത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അത് ഞാൻ ജനങ്ങൾക്ക് വിറ്റു നബിയേ. എന്റെ കുഞ്ഞിന്റെ ശരീരം അലിഞ്ഞു ചേർന്ന സുറുക്കയുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് ഞാൻ കച്ചവടം നടത്തി നബിയേ. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? പ്രവാചകന്റെ മുന്നിൽ ആ പ്രിയപ്പെട്ട പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, എത്ര പാപമാണ് വ്യഭിചരിച്ചിട്ടുണ്ട്, അതാ കൊന്നിട്ടുണ്ട്, അല്ലാഹുവേ, അതാ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഈ 3 പാപമാണ് ആ പെണ്ണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ഒരു മുസ്ലിമിനെ കൊന്നാൽ പടച്ചവനെ തിരിച്ചവരെയും കൊല്ലണമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതെന്തെന്നറിയോ? ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് ചോദിക്കുകയാ, നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവളല്ലേ?
നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലോ. അസർ നമസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ ഒരേ ഒരു വഖത്ത് നമസ്കാരം മുടക്കിയപ്പോ ഈ അവസ്ഥയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതാ നടക്കാൻ കഴിയാഞ്ഞിട്ട് പോലും സ്വഹാബികളുടെ ചുമലിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ പോയി നമസ്കരിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, ആ സ്വഹാബിക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാകണോ, എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു വരണോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ, സുജൂദുകൾ അധികരിപ്പിക്കണേ. നീ അതാ സുജൂദുകൾ അധികരിപ്പിച്ചാ സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ നിനക്കൊരുമിക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ ഞാൻ വ്യഭിചരിച്ചു, എനിക്ക് ആ വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, എന്നിട്ട് സുറുക്ക ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അകത്തിട്ട് എന്റെ കുഞ്ഞിനെ അതിനകത്തിട്ട് ഞാൻ മാംസവും എല്ലും എല്ലാം അതിലേക്ക് അരിഞ്ഞു തീരുന്ന രീതിയിൽ ഞാൻ കുഴിച്ചിട്ടു, അവസാനം ഞാൻ അതെടുത്ത് ജനങ്ങൾക്ക് കച്ചവടം നടത്തി, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം, നീ അസർ നമസ്കരിക്കാറില്ല ഇല്ലേ? നീ അസർ നമസ്കരിക്കാറില്ല ഇല്ലേ? നിസ്കരിക്കാത്തത് കൊണ്ടാ നിന്റെ ഹൃദയം എത്ര കഠിനമായി പോയതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരൊറ്റ വഖത്ത്, ഒരു അസർ നമസ്കാരം, 5 വഖത്തിലെ ഒരു വഖത്ത് അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ഇത്രയും കഠിനമാണെങ്കിൽ 5 വഖത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിസ്കാരങ്ങൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്ക്. നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി നമുക്ക് സ്വർഗത്തിൽ കടക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിൽ, എല്ലാവരും കച്ചവടമില്ല, സർവ്വ പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാ സർവരും കടന്നു പോകുന്നത്. സാമ്പത്തികമായി തകർന്നു, കച്ചവടമില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആകെയുള്ള പരിഹാരം 5 വഖത്ത് നമസ്കാരമാണ്. നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാനുള്ള ഏക വഴി അത് 5 നേരത്തെ നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 5 വഖത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നിസ്കാരങ്ങൾ ഖളായി പോയി, മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ആ മനുഷ്യന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ച അവന് സ്വർഗമുണ്ടെന്ന. ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവർ കൈപൊക്കിക്ക്. സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവര്. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും മുത്തുനബിയെ സഹായിച്ചാൽ മുത്തുനബി നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം? എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ലുഹറിന്റെ സുന്നത്ത്, ലുഹറിന്റെ സുന്നത്ത്. അപ്പോ എത്രയായി? 4 2 6 എന്റെ പ്രിയമുള്ളവരെ, അസറിന്റെ സുന്നത്ത്, മഗ്രിബിന്റെ സുന്നത്ത്, ഇശാഇന്റെ സുന്നത്ത്. ഇങ്ങനെ ഈ സുന്നത്ത് നമസ്കാരം, ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും പ്രവാചകനെ സഹായിച്ചാൽ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗം നൽകി സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു.
പണ്ടുള്ളവരൊക്കെ നിസ്കരിച്ചു കൊണ്ടിരുന്ന പല നിസ്കാരങ്ങളും ഇന്ന് കാണാനില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് നമസ്കാരമുണ്ട്. അത് പണ്ടുള്ള കാരണവന്മാര്, പ്രായമുള്ളവരൊക്കെ ആ നിസ്കാരത്തിൽ പടച്ചവന് അലംഭാവത്തിൽ അവർ നിർബന്ധമായിട്ട് നിസ്കരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും അത് നിസ്കരിച്ചിട്ടേ പോകും. ഏത് നിസ്കാരം? 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന നിസ്കാരമാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള അവ്വാബി നമസ്കാരം. മഗ്രിബ് നമസ്കാരത്തിന്റെ ഫർദ്, ആ ഫർദ് കഴിഞ്ഞ് മഗ്രിബിന്റെ സുന്നത്ത് നമസ്കാരം, അത് കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് പണ്ടുള്ളവരൊക്കെ നിസ്കരിക്കും. പ്രായമുള്ളവർ പള്ളിക്കൊക്കെ തിരുന്നിട്ട് ഖുലിയ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം എന്റെ പ്രിയമുള്ളവരെ മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് ഫർളും സുന്നത്തും കഴിഞ്ഞിട്ട് നിസ്കരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നിസ്കരിക്കുന്നവർ വളരെ കുറവായി മാറിയിരിക്കുന്നു. പക്ഷേ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു നമസ്കാരമല്ല. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നമസ്കാരമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ വഴി പ്രവാചകൻ തന്നെ പറഞ്ഞു, 5 വഖത്ത് നമസ്കരിക്കാൻ. 5 വഖത്ത് നമസ്കരിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. നാളെ എന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഖ്ബാരികും ഇലയ്യ വ അഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസുനികും മഖ്ലാഖ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, നാളെ പരലോകത്തിലെയും സ്വർഗത്തിലെയും എന്റെ രണ്ടാമത്തെ കൂട്ടുകാരാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആരാണോ സ്വഭാവം നന്നാക്കുന്നവർ, എന്റെ പ്രിയമുള്ളവരെ, സ്വഭാവം മുറുകെ പിടിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ എന്റെ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സ്വഭാവം ശുദ്ധീകരിക്കുന്നവരുണ്ടല്ലോ, സ്വഭാവം തന്റെ ജീവിതത്തിൽ അല്ലാഹുവേ തന്റെ സ്വഭാവത്തിലതാ പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ ജീവിതം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഒരു കാര്യവുമില്ല. ഏത് വിഷയം എടുത്തു നോക്കിയാലും മാതൃകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് അവിടുന്ന് ചോദിച്ചു, ആയിഷ ബീബിയോട് ചോദിച്ചു, നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ പോലെ ജീവിച്ചിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞതുപോലെയാണ് പ്രവാചകൻ ജീവിച്ചതെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഏത് കാര്യമാവുള്ളത്? എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു മനുഷ്യന് ബാത്റൂമിലേക്ക് കിടക്കുമ്പോ എന്ത് പറഞ്ഞുകൊണ്ടാണ് കിടക്കേണ്ടത്? ഏത് കാലി വെച്ചുകൊണ്ടാണ് കിടക്കേണ്ടത്? എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അവിടെ എന്താണ് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്താണ്? അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഏത് കാലി വെച്ചിറങ്ങണം? എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം? എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ, കുടുംബത്തിൽ കുടുംബ ഭരണം നടത്തുന്ന കാര്യമാകട്ടെ,
എല്ലാ വിഷയവും അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ്. ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് പലരും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്, ഇസ്ലാമിന്റെ കൊടിക്ക് കീഴിലേക്ക് നടന്നു വരാ തയ്യാറായത്. എന്റെ പ്രിയമുള്ളവരെ, അതാ കൊച്ചുകുട്ടികൾ പോലും പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ചെറിയ കുട്ടികൾ പോലും അല്ലാഹുവെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അതാ ചരിത്രത്തിൽ കാണാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ ഒരേ ഒരു സ്വഹാബിയുടെ പേരേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, ഈ സ്വഹാബിയുടെ പേരാണ് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഈ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഹാരിസ എന്ന പിതാവുണ്ടല്ലോ, സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാപ്പയും ഉമ്മയും വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലം കഴിഞ്ഞു. പടച്ചവനെ, മക്കളില്ല. ഭാര്യയും ഭർത്താവും വല്ലാത്ത പ്രയാസത്തിലാണ്. മക്കളില്ലാതെ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് രണ്ടുപേരും നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ഭാര്യക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമായി. ഭാര്യക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമായി. ഹാരിസയുടെ വീട് വല്ലാത്ത സന്തോഷത്തിലാ. തന്റെ പൊന്നാര മകനെ വെളിയിൽ വിടാറില്ല. ആരോടും കൂടെ കളിക്കാൻ പോലും വിടാറില്ല. പടച്ചവനെ, ഭാര്യയും ഭർത്താവും തന്റെ പൊന്നാര മകനെ വീടിന്റെ അകത്ത് വളർത്തുകയാ. അതാ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഹാരിസ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എന്റെ മകനെയൊന്ന് കൊണ്ടുപോകട്ടെ. ഭർത്താവ് പറഞ്ഞു, കൊണ്ടുപോകണ്ട, നമ്മുടെ പൊന്നുമകനെ ആരെയും കാണിക്കണ്ട. പക്ഷേ ഭാര്യ പറഞ്ഞു, എന്റെ കൂട്ടുകാരികളെ എന്റെ മകനെയൊന്ന് കാണിക്കാരാ. അങ്ങനെ പടച്ചവനെ, തന്റെ ഭാര്യതാ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വന്ന പൊന്നുമോനെയതാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോവുകയാ. സയ്യിദ് എന്ന് പറയുന്ന പൊന്നുമോന് അതാ കൊള്ളക്കാര് പിടിച്ചിട്ട് ഉക്കാല ചന്തയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ലേലം വിളിക്കുകയാണ്. പടച്ചവനെ, അതാ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് ലേലം വിളിക്കുമ്പോ ആരാണ് വാങ്ങിയതെന്നറിയുമോ? അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട അതാ ഒരു മനുഷ്യനാണ് അവിടെ നിന്ന് ലേലം വിളിച്ച് വാങ്ങുന്നത്. പൈസ കൊടുത്ത് അവിടെ നിന്ന് വാങ്ങുന്നത്. സയ്യിദ് എന്ന് പറയുന്ന കാണാനടകുള്ള സുന്ദരനായ പൊന്നുമോൻ പടച്ചവനെ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചപ്പോ സയ്യിദ് എന്ന് പറയുന്ന ആ ചെറിയ മകനുണ്ടല്ലോ, ആ മകനെ ഖദീജ ബീവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അതാ ഹാരിസയും തന്റെ ഭാര്യയും തന്റെ പൊന്നാര മകനെ കാണാത്തത് കാരണം വല്ലാത്ത ദുഃഖത്തിലാ. ഒരുപാട് തിരഞ്ഞു നടന്നു. പടച്ചവരെ, നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നുമോന് കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ തന്റെ പൊന്നുമോന് നഷ്ടപ്പെട്ടല്ലോ. അവര് വല്ലാത്ത വേദനയിലാണ്. അവര് വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പോഴാണ് പടച്ചവരെ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹദാ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹാരിസേ, നിന്റെ പൊന്നുമകന് മദീനത്തുണ്ട്. നിന്റെ സയ്യിദ് എന്ന് പറയുന്ന പൊന്നുമോട് അത് മുഹമ്മദിന്റെ വീട്ടിലുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പൊന്നുമകൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലുണ്ടെന്നറിയുമോ? അതാ കഅബ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് ഹാരിസയും കഅബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ, തന്റെ പൊന്നാര മകനെ കാണുമ്പോ കാത്ത് നഷ്ടപ്പെട്ടു പോയ തന്റെ പൊന്നുമകനെ കണ്ടപ്പോ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് എന്ന് പറയുന്ന പൊന്നുമോനടുത്ത് വിളിക്കുന്ന, മോനെ വാടാ, ഞാൻ നിന്റെ ബാപ്പയാ, നിന്നെ ഉമ്മ കാത്തിരിക്കുന്ന പൊന്നുമോര്. അതാ സയ്യിദ് എന്ന് പറയുന്ന പൊന്നാര മകനെ ബാപ്പ വിളിക്കുമ്പോ
അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ ഞാൻ വരുന്നില്ല, അള്ളാഹുവിന്റെ പ്രവാചകനെ വിട്ടിട്ട് ഞാൻ വരുന്നില്ല. മോനെ നീ എന്തിനാടാ അടിമയെ പോലെ ഇവിടെ കഴിയുന്നത്? വാടാ, നിനക്ക് നല്ല വീടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ വാപ്പ വിളിക്കുമ്പോ ആ പൊന്നുമകൻ പറയുന്നു, വാപ്പാ ഞാനിവിടെ ഒരടിമയെ പോലെയല്ല, മുത്തുനബി എന്നെ അടിമയായിട്ടല്ല കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു മകനെ പോലെയാണ് എന്നെ കാണുന്നത്. എന്നോട് വല്ലാത്ത സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. സ്വന്തം പിതാവ് വിളിച്ചിട്ട് പോലെ അല്ലാഹുവേ ഹാദാ സയ്യിദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, അതാ തന്റെ വാപ്പയുടെ കൂടെ പോകാൻ തയ്യാറായില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ജീവിതമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നയിച്ചതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഓരോ വിഷയത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതം ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളും അങ്ങനെയാണ് ആകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളുണ്ടല്ലോ, ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുസരിക്കുന്നത് ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവനെ അവിടുന്ന് താടി വളർത്തിയിരുന്നു, അവിടുന്ന് തലമറച്ചിരുന്നു, അവിടുത്തെ വസ്ത്രധാരണകള് ഓരോ വിഷയത്തിലും എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ മുത്തുനബിയുടെ കൂട്ടുകാരായി സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് നാളെ പ്രവാചകന്റെ കൂട്ടുകാരാകാനുള്ള രണ്ടാമത്തെ വഴി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവമുണ്ടല്ലോ, ആ പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു അതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രവാചകന്റെ ജീവിതം നീ പകർത്താ തയ്യാറായോ? നാളെ പ്രവാചകന്റെ അതിഥിയായി പ്രവാചകന്റെ കൂട്ടുകാരനായി നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവര് പ്രവാചകന്റെ കൂട്ടുകാരാകാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയോ? അനസ് റളിയല്ലാഹു തആല പറയുകയാ, അനസ് റളിയല്ലാഹു തആല പറയുകയാ, സഹാബാ അനബകാ ഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബത്തേ യതീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അതാ യതീമായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മഹത്വം നൽകുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഒരുമിച്ചാണെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ പടച്ചവര് പ്രവാചകൻ യതീമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, കണ്ടു കൊതിരുന്നതിന് മുമ്പേ ഉമ്മ മരണപ്പെട്ടു. അതാ താഗമ തണലുമായി നിന്നവർ ഓരോന്നായി പടച്ചവനെ തന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയപ്പോ അതിന്റെ വേദന എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനറിയാ, അതിന്റെ പ്രയാസം എന്താണെന്ന് പ്രവാചകനറിയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, യതീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ സന്തോഷിപ്പിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് സഹാബാ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തില് നമ്മുടെ പരിസരങ്ങളില് എത്രയോ യതീമായ മക്കളുണ്ട്, എത്രയോ
യതീമീങ്ങളുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോ, അവരെ കാണാതെ നടക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, യതീമായ മക്കളെ നിങ്ങൾ തെരഞ്ഞു നടക്കണേ. അവരുടെ സ്ഥാനം എന്താണ്, അവരുടെ മഹത്വം എന്താണ്, എനിക്കും നിങ്ങൾക്കും അറിയാത്തത് കൊണ്ടാണ്. ഒരു യതീമിന്റെ മഹത്വം എന്തെന്ന് നമുക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സഹോദരാ, ഒരു യതീമിന്റെ വില നിനക്കറിയുമായിരുന്നെങ്കിൽ, ഒരു യതീമിന്റെ മഹത്വം നിനക്കറിയുമായിരുന്നെങ്കിൽ, യതീമായ മക്കളെ തെരഞ്ഞു നീ നടക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ഒരു യതീമായ കുട്ടിയുണ്ടല്ലോ, പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട്, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടൊന്ന് തടകിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈകൊണ്ട് ഇങ്ങനെ തടകിയാൽ എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമായ ഒരു കുട്ടി, അത് ഫോട്ടോ എടുക്കാനും ഫ്ലെക്സ് വെക്കാനും ഒന്നുമല്ല, ഒരു യതീമായ കുഞ്ഞിനെ കാണുമ്പോ, മോനെ നിന്റെ വാപ്പ ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ടടാ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു സ്നേഹത്തോടെ ഒരു യതീമിന്റെ തലയിൽ ഇങ്ങനെ തടകണം. കാരണം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പവഴി. ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതിന് നീ മക്കത്ത് വരെ പോകണം, പൈസ മുടക്കി അവിടെ പോയാൽ അത് പറ്റാൻ, അതിനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുത്താൻ കഴിയൂ, അതിലൊന്ന് തൊടാൻ കഴിയൂ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമിന്റെ തലയിൽ തലോട്, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മുടെ വീടിന്റെ പരിസരത്ത് എത്രയോ യതീമുകൾ, നമ്മുടെ കുടുംബത്തിൽ എത്ര യതീമുകൾ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അവരുടെ മഹത്വം, അവരുടെ പവിത്രത, അവരുടെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമു സന്തോഷത്തോടുകൂടി കഴിയുന്ന വീട് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീടാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഏറ്റവും മനോഹരമായ വീട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, യതീമു സന്തോഷത്തോടുകൂടി കഴിയുന്ന വീട്. ഏറ്റവും വെറുത്ത വീട്, ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നശിച്ച വീട്, യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെയൊക്കെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ തമ്പുരാനെ. ഉറക്കപ്പറ, അല്ലാഹു ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, ഒരു ചെറിയ മക്കൾ, അല്ലാഹുവേ, ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. ആരും മോശിന് കൊടുക്കണ്ട, ഇത് കൊടുത്താലുള്ള നേട്ടം നിനക്ക് തന്നെയാണ്. ഈ ബക്കറ്റിന്റെ അകത്തേക്ക് നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നീ സദക്ക കൊടുത്താൽ അതുകൊണ്ടുള്ള നേട്ടം സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ വന്നതിന് ശേഷം അല്ലാഹു പടച്ചവനെ എന്റെ വീട് മദ്രസയ്ക്ക് കൊടുക്കാം, പള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മാറണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, 2 കിഡ്നി അത് തകർന്നുപോയി, മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ. എന്റെ സഹോദര, മാറ്റിവെച്ചാൽ തന്നെ രക്ഷപ്പെടണമെന്നില്ല. ഈ അടുത്ത് എന്റെ വീടിന്റെ പരിസരത്ത് എന്റെ കൂടെ പഠിച്ചൊരു ഉസ്താദ്, സജീർ ഉസ്താദ്, അദ്ദേഹത്തിന്റെ കിഡ്നി, തന്റെ ഭാര്യയുടെ കിഡ്നി എടുത്തു വെച്ചു, 3 ദിവസം എടുത്തു കളഞ്ഞു, രണ്ടും പോയി. എന്റെ പ്രിയമുള്ളവരെ, എടുത്തു വെച്ചാൽ തന്നെ അതിനും ലക്ഷങ്ങൾ ചിലവഴിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണമെന്നില്ല. പക്ഷെ ഈ ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ ആ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞാണല്ലോ, അവന് വേണ്ടിയാണല്ലോ, ഒരു നല്ല സദക്ക കൊടുക്ക്, അല്ലാഹുവേ വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മാരകമായ രോഗങ്ങൾ, മരണങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മെലഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഒരു കൂട്ടുകാരന്റെ പിതാവ് മരണപ്പെട്ടു. ഞാൻ ആ വീട്ടിൽ പോയി. അപ്പൊ പറഞ്ഞു, ഉസ്താദെ, ഒരടുത്ത് എന്റെ ബന്ധുവിന്റെ ഒരു വീടുണ്ട്, അങ്ങോട്ടൊന്ന് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരൂല. കാരണം എന്തേ? നാട്ടിലേക്ക് വരാൻ പെട്ടി കെട്ടി വെച്ചിരുന്ന ചെറുപ്പക്കാരൻ, തന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം നാട്ടിലേക്ക് വന്ന് ഭാര്യയെ കൊണ്ടുപോകാൻ, നാട്ടിലേക്ക് വരാനുള്ള പെട്ടി വരെ കെട്ടിവെച്ചിരുന്ന ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ രാത്രി 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. അവന്റെ മയ്യത്ത് കരണ്ടടിച്ചിട്ട്
ഷോക്കടിച്ചിട്ട് മരണപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരൻ. അള്ളാഹു പൊന്നുമോന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കാത്തിരുന്നവൻ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്ന അതേ ഫ്ലൈറ്റിന്റെ അകത്ത് തന്നെ അവന്റെ മയ്യത്ത് പെട്ടിയിലാക്കി കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്ക്. സദക്ക വിപത്തുകളെ തട്ടിക്കളയും. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, എത്രയോ സദസ്സുകളിൽ ക്യാൻസർ രോഗങ്ങൾ വരെ മാറ്റുക സദക്ക കൊടുത്തിട്ട് മാറിപ്പോയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അകമഴിഞ്ഞ് സദക്ക ചെയ്യും. അള്ളാഹു നമ്മളെയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച, യതീമുകൾ നമ്മുടെ വീട് തേടി വരും. യതീമീങ്ങൾ നമ്മുടെ വീട് തേടിയിട്ട് വരിക. യതീമ എന്റെ മക്കളെ കെട്ടിക്കിടം എന്തെങ്കിലും താ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. സംഘടനകളെ തേടികെട്ടി യതീമായ മക്കൾ ഇങ്ങോട്ട് വരുന്നു. സത്യത്തിൽ അവരുടെ മഹത്വം നമുക്കറിയുമായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയനെ. യതീമായ മക്കളെ റസൂലുള്ളാഹി തങ്ങൾ വിരലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യതീമിനെ സഹായിക്കുന്നവൻ സ്വർഗത്തിൽ എന്റെ കൂടെ ഇങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. പ്രവാചകൻ തന്റെ കൈയുടെ വിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, കാരണം പ്രവാചകൻ യതീമായിരുന്നു. ഒരു യതീമായ കുഞ്ഞിന്റെ വേദന, പ്രയാസം അതറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ നാട്ടില് ഞാനൊരു കോളേജിലേക്ക് കടന്നുപോയി. ഉസ്താദിനെ കാണാൻ പോയി. നോക്കുമ്പോ കുട്ടികൾ ആരുമില്ല. ഞാൻ ചോദിച്ചു, ഒരു വിദ്യാർത്ഥി മാത്രം, ഒരേ ഒരു കുട്ടി മാത്രം നിൽക്കുന്നു. അവനോട് ചോദിച്ചു, മോനെ ഉസ്താദ് എന്തേ? ഉസ്താദ് ഇല്ല. ഉസ്താദ് എവിടെ പോയി? ഞാൻ ചോദിച്ചു, കുട്ടികളൊക്കെ എന്തേ? എല്ലാരും വീട്ടിൽ പോയി. നബിദിനത്തിന്റെ ലീവിന് എല്ലാരും നാട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, നീ പോയില്ലേ? അവൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നീ പോയില്ലേ? കരയാൻ തുടങ്ങി. പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി, എന്തേ പടച്ചോനെ ഇവൻ കരയുന്നത്? ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തേ മോനെ കരയുന്നേ? നീ എന്തേ വീട്ടിൽ പോകാത്തെ? എനിക്ക് പോകാൻ ആരുമില്ല ഉസ്താദെ, വാപ്പായില്ല, ഉമ്മയില്ല. തീങ്കാനയിൽ പഠിക്കുന്ന പൊന്നുമോൻ, അള്ളാഹു ആ പൊന്നുമോന് നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമീങ്ങളെ സ്നേഹിക്ക്. അത് സഹാബത്തിന് അറിയാമായിരുന്നു. ഒരു യതീമിന്റെ വിലയെന്താ, ഒരു യതീമിന്റെ സ്ഥാനമെന്താ, ഒരു യതീമിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ, അത് സഹാബത്തിനറിയാം. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനതാ യുദ്ധത്തിന് വേണ്ടി യതീമിന്റെ മഹത്വം പഠിച്ചോ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം യതീമായ ഒരു കുഞ്ഞിന്റെ വില പഠിച്ചോ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനതാ സ്വഹാബാക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. മുഅ്തത്ത് യുദ്ധത്തിന് വേണ്ടിയുള്ള സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൂട്ടി. അതാ പോകേണ്ടവരെ മുഴുവനും തെരഞ്ഞെടുത്തു. എന്നിട്ട് അവർക്ക് വേണ്ടി 3 അമീറന്മാരെ അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തു. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ. മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്. നിനക്കും എന്തെങ്കിലും സംഭവിച്ചാ. സഹാബാ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ, 3 പേരും മരിക്കുമെന്നല്ലാന്റെ റസൂല് പറയാതെ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സഹാബാ, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വാ സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സഹാബികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സഹാബികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. തന്റെ വീടുകളിലേക്ക് കടന്നു പോകുമ്പോ ആ പ്രവാചകൻ 3 അമീറന്മാരായി തെരഞ്ഞെടുത്ത സ്വഹാബികളിൽ രണ്ടാമത്തെ സ്വഹാബി ആരെന്നറിയോ? മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജൗഫർ. ആ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ വല്ലാത്ത സന്തോഷമാ. തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. തന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹാ ഭർത്താവിനെയും കാത്ത് വീടിന്റെ മുന്നിൽ നിൽക്കുകയാ. അപ്പോഴാണ് ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ,
ഇത്ര സന്തോഷം എന്തേ ജൗഫർ? വല്ലാത്ത സന്തോഷമാണല്ലോ. ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ അമീറാക്കി തെരഞ്ഞെടുത്തു, എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അതുകൊണ്ടുള്ള സന്തോഷമാണ് അസ്മാ. പടച്ചവനെ, രണ്ടുപേരും അതാ വീടിന്റെ അകത്ത് കയറി ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും സന്തോഷത്തോടെ കിടന്നിറങ്ങി. പിറ്റേ ദിവസം രാവിലെ റബ്ബേ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് സലാം പറഞ്ഞു. തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറയുന്നു, അസ്മാ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി. അവിടുന്ന് സ്വഹാബികൾ യുദ്ധത്തിന്റെ യാത്ര തുടങ്ങി. അവസാനം മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സഹാബത്ത് യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിലേക്ക് വെട്ടുകൊണ്ട് താഴെ വീടുകയാ. ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീടു. ഇസ്ലാമിന്റെ കുടി താഴെ വീടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്നു. താഴെ വീണ കുടിയെടുക്കുകയാണ്. പടച്ചവനെ, അതാ കുടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് യുദ്ധം നയിക്കുമ്പോ അവിടത്തെ വലത് കൈ വെട്ടി മുറിച്ചു. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടിയെടുക്കുകയാണ്. ഇടത് കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോ അവിടത്തെ ഇടത് കൈയും വെട്ടി മുറിക്കുകയാ. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടിയതാ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ അതാ മുട്ടുഭാഗം വെച്ച് കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ. ഇസ്ലാമിന്റെ കൊടി താഴേക്ക് വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞതെടുത്ത് തന്റെ കക്ഷത്തിൽ വെച്ച് തരാ. ഇസ്ലാമിന്റെ കൊടിയതാ എടുത്ത് തന്റെ കക്ഷത്തിലേക്ക് വെക്കുമ്പോ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരന്റെ കൂടെ വാ സഹാബാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാ. നാലു ഭാഗത്തു നിന്ന് ശത്രുക്കൾ വളയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ ശത്രുക്കൾ വെട്ടി നുറുക്കി താഴെയിടുകയാണ്. റബ്ബേ, ജൗഫർ തങ്ങളെ മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ പ്രവാചകനായ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതാ ഒരു ദിവസം പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. എന്നിട്ട് പറഞ്ഞു, മരണവാർത്ത പറയണമല്ലോ, വീട്ടിൽ പോയി അറിയിക്കണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണം പറയണമല്ലോ. ആരാ സ്വഹാബാ നിങ്ങളിൽ പോകുന്നത്? ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല, ഒരാൾ പോലും തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും ചോദിച്ചു, സ്വഹാബാ, ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി പറയുന്നത്? എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബത്തേ, നിങ്ങൾക്ക് എന്തു പറ്റി സ്വഹാബാ? ആരും തയ്യാറാകാത്തതിന്റെ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ചെന്ന് പറയാനുള്ള ധൈര്യമില്ല നബിയേ.
ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. അസുമാ എന്ന് പറയുന്ന ജൗഫറിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സേ ഉള്ള നബിയേ. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് എങ്ങനെയാണ് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് ഞങ്ങൾ പറയുകയാ? എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുകയാ? എങ്ങനെയാ പെണ്ണിനെ സഹിക്കാൻ കഴിയുകയാ? അവിടെന്ന് പറഞ്ഞു നബിയേ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 ആമക്കളാണുള്ളത്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതാ വീടിന്റെ മുന്നിൽ നിന്ന് കളിക്കുന്ന മക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും നബിയേ? അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ മരണം പറയുമല്ലോ സഹാബാ, മരണം അറിയിക്കണമല്ലോ സഹാബാ. എങ്കിലും ആ സഹാബാ നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ നിന്നിറങ്ങി സഹാബികൾ മുഴുവനും പ്രവാചകന്റെ പുറകെ നടന്നു. എല്ലാവരും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് നടക്കുകയാ. ആ സമയമുണ്ടല്ലോ അസ്മാ റളിയല്ലാഹു തആല അൻഹാ തന്റെ പൊന്നാര മക്കളെ കുളിപ്പിച്ചു. പൊന്നാര മക്കളെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ചു. വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ വന്നു തുടങ്ങി. അതാ വാപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മക്കളെ കണ്ട സന്തോഷമാകുമല്ലോ. വീടിന്റെ മുന്നിൽ ഇങ്ങനെ മക്കളെ ഒരുക്കി നിർത്തിയിരിക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അടുക്കളയിൽ വെച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നതുമ്മാ അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നുമ്മാ, അല്ലാഹുവിന്റെ റസൂല് വരുന്നുമ്മാ. അതാ മക്കള് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അതാ മക്കള് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയില് ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്, ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്. മക്കളതാ വാപ്പയെ തെരയുകയാണ്, അതാ വാപ്പയെ തെരയുകയാണ്. അതാ ജൗഫർ തങ്ങളുടെ മക്കള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് വാപ്പയെ ചോദിക്കുമ്പോ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. യതീമായ മക്കളെ കിട്ടിയപ്പോ, യതീമായ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോ അവരുടെ മഹത്വമറിയുന്ന, അവരുടെ സ്ഥാനമറിയുന്ന സഹാബികളുണ്ടല്ലോ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളുണ്ടല്ലോ, അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അവരുടെ തലയിൽ ഇങ്ങനെ തലോടുകയാ. കാരണം യതീമിന്റെ തലയിൽ തലോടിയ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ.
യതീമിന്റെ തലയിലെ രോമം കയ്യിൽ തൊട്ടാൽ ആ തൊടുന്ന രോമത്തിനനുസരിച്ച് പടച്ചവന പാപം പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. യതീമായ മക്കളെ സ്നേഹിച്ചാൽ, യതീമായ മക്കളെ ചുംബിച്ചാൽ നാളെ പ്രവാചകന്റെ അതിഥിയായി പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, സഹാബികൾ മത്സരിക്കുകയാ, യതീമായ മക്കളെ ചുംബിക്കാ, യതീമായ മക്കളെ സ്നേഹിക്കാ, അവരുടെ തലയിലൊന്ന് തലോടുവാൻ. നിങ്ങളെ നിന്റെ കുടുംബത്തിനും നിന്റെ പരിസരത്തും എത്രയോ യതീമായ മക്കളുണ്ട്, നിന്റെ കൂടപ്പറപ്പിന്റെ മക്കള്. അല്ലാഹുവേ, പടച്ചവനെ, എന്തേ നീ അവരെ മറന്നുപോയത്? അവരുടെ മഹത്വമാ, അവരുടെ സ്ഥാനമാ, അവനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. സഹാബികൾ മുഴുവനും ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ മക്കളെ സമാധാനിപ്പിക്കുകയാണ്. പടച്ചറപ്പേ, വീടിന്റെ കത്തിരിക്കുന്ന അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, ഈ രംഗമിങ്ങനെ കാണുകയാ, ഈ രംഗമിങ്ങനെ കാണുകയാ. വിളിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജഅഫർ പോയോ നബിയേ, ജഅഫർ പോയോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്മാ, ജഅഫർ ഷഹീദായ അസ്മാ. 19 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയായ ഒരു പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് മുത്തുനബി പറഞ്ഞപ്പോ അവിടെന്ന് കരഞ്ഞു വിളിച്ചില്ല, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയില്ല, മുടിയടിച്ചിട്ടില്ല, പിടഞ്ഞ് താഴെ വീണില്ല. അവിടെന്ന് ചോദിച്ചതെന്തെന്നറിയോ? വീടിന്റെ മറയിൽ നിന്നിട്ട് അസ്മാ എന്ന് പറയുന്ന ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ, എന്തേ അറിയേണ്ടത്? ഭർത്താവ് മരണപ്പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചത്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ സുമാ, എന്തേ സുമാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അത് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത്? നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹമെന്താ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹമെന്താ? അവിടെന്ന് പറയുന്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, മരിക്കുന്ന സമയത്ത് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമോ, എനിക്ക് വേണ്ടിയെന്ന് ദുആ ചെയ്യുവോ? ഭാര്യയോട് ഭർത്താവ് ആഗ്രഹം പറയുമ്പോ അവിടെന്ന് ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ ജൗഫറിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാഹ്.
എന്റെ ഭർത്താവിന് നോമ്പുകാരനായി മരിക്കാ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവര്. അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകരോട് സഹാബികൾ പറഞ്ഞു, നബിയേ 96 വെട്ടുകൊണ്ടിട്ട് കൈയില്ലാതെ കാലില്ലാതെ പടച്ചവരെ വെട്ടി മുറിച്ചിട്ട് അതാ മുഅത്തത്തിന്റെ രണാങ്കണത്തില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായി ഓടുകയാണ്. ഒരു സ്വഹാബി വെള്ളവുമായി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് റബ്ബേ അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബി എനിക്ക് വെള്ളം തരല്ലേ, ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാ, എന്നെ നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് നോമ്പുകാരനായിട്ടാണ് മരിക്കേണ്ടത്, വെള്ളമില്ലാതെ തൊണ്ടവറ്റി വരണ്ടട്ട് എനിക്കിവിടെ കിടന്നിട്ട് മരിക്കണം. എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് എനിക്ക് ഈ നോമ്പ് തുറക്കണം സഹാബാ, എനിക്ക് വെള്ളം തരല്ലേ. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മലക്കുകളുടെ കൂടെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത പറയാ പ്രവാചകനും സ്വഹാബികളും കിടന്നു ചെന്നപ്പോ യതീമായ മക്കളെ കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ സ്നേഹിക്കു സ്വഹാബാ, ചുംബിക്കു സ്വഹാബാ. യതീമായ മക്കളുടെ മഹത്വമതാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഉസ്താദേ. ഈ പാപങ്ങൾ മുഴുവനും എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? ഒരുപാട് പാപം ചെയ്തു ഉസ്താദേ. പൊന്നുമോരെ, പൊന്നു പെങ്ങള്, കഴുകിക്കളയാറുള്ള എളുപ്പവഴി എന്തെന്നറിയോ? യതീമിന്റെ തലയിൽ കൈവച്ച് തടകിക്കോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യതീമായ മക്കളെ കണ്ട അവരുടെ തലയിൽ കൈവച്ചിട്ട് തടകണം. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി